തളിപ്പറമ്പിൽ നിന്ന് UDF പിന്തുണയോടെ മത്സരിച്ച് വിജയിച്ച ടി.കെ. ഗോവിന്ദൻ MLAക്ക് മൊബൈൽ ഫോണിലൂടെ വധഭീഷണി. വെള്ളിയാഴ്ച വൈകിട്ട് 3:50 മന്ത്രി സണ്ണി ജോസഫിനൊപ്പം കണ്ണൂരിൽ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കെയാണ് ഭീഷണിയുണ്ടായത്. MLAയുടെ പേഴ്സണൽ സ്റ്റാഫ് PV ജയനാണ് ഫോണെടുത്തത്. ഒരിക്കൽ മുന്നറിയിപ്പ് തന്നതാണെന്നും ജയിൽ ഞങ്ങൾക്ക് പ്രശ്നമല്ലെന്നും ഇങ്ങനെ മുന്നോട്ടു പോകാൻ സാധിക്കില്ലെന്നുമാണ് ഭീഷണി. അശ്ലീല വാക്കുകളും ഉപയോഗിച്ചു. ഫോൺ നമ്പർ പരിശോധിച്ചതിൽ തിരുവമ്പാടിയിലുള്ള ആളുടേതാണെന്ന് വ്യക്തമായിട്ടുണ്ട്. CPMനെ വിമർശിച്ച് MLAമാരായ ടി.കെ. ഗോവിന്ദനും വി. കുഞ്ഞികൃഷ്ണനും കണ്ണൂരിൽ വ്യാഴാഴ്ച പത്രസമ്മേളനം നടത്തിയിരുന്നു. ഈ ഭീഷണിക്ക് പിന്നിൽ CPMന്റെ അസഹിഷ്ണുതയാണ് കാണിക്കുന്നത്. ഈ അസഹിഷ്ണുത CPMന് ഗുണം ചെയ്യില്ലെന്നും ടി.കെ. ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. PA PV ജയന്റെ പരാതിയിൽ മയ്യിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. ഇന്നലെ ഫോണിലൂടെ ഒരു ഭീഷണി സന്ദേശം വന്നതായി എൻ്റെ PA പറയുണ്ടായി. ഫോൺ PA ആണ് എടുത്തത്. അത് ഭീഷണിയുടെ സ്വരമായിരുന്നു. അതുപോലെ തന്നെ അശ്ലീലമായിട്ടുള്ള വാക്കുകളാണ് അവർ പ്രയോഗിച്ചത് എന്നാണ് PA അറിയിച്ചത്. യഥാർത്ഥത്തിൽ കഴിഞ്ഞ പത്രസമ്മേളനം ഞങ്ങൾ നടത്തിയപ്പോൾ ഞാനും വി. കുഞ്ഞികൃഷ്ണനും പത്രസമ്മേളനം നടത്തിയതിൽ CPMന്റെ നേതൃത്വത്തിന് രസിച്ചിട്ടുണ്ടാവില്ല. ഞാൻ ആ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് പാർട്ടിയിൽ ഇന്ന് സംസ്ഥാന കമ്മിറ്റി അംഗീകരിച്ചതും പാർട്ടിയിലുടനീളം ചർച്ച ചെയ്യുന്നതുമായിട്ടുള്ള കാര്യമാണ്. തളിപ്പറമ്പിൽ തെറ്റുപറ്റിപ്പോയി എന്നാണ് സംസ്ഥാന കമ്മിറ്റി പറയുന്നത്. അപ്പോൾ തെറ്റ് ആർക്കാണ് പറ്റിയത്? ഇക്കാര്യം ഞാൻ ചോദ്യം ചെയ്തിരുന്നു. ഞാൻ ശരിയായിരുന്നു, ഞാനാണ് ശരി എന്നാണ്, എനിക്കല്ല തെറ്റുപറ്റിയതെന്നാണ് പാർട്ടി തന്നെ പറയുന്നത്. പിന്നെ ആർക്ക് തെറ്റുപറ്റി എന്ന ചോദ്യം ചില ആളുടെ നേരെ ഉന്നയിക്കുമ്പം അവർക്ക് അസഹിഷ്ണുത ഉണ്ടായിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഈ അസഹിഷ്ണുതയിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ചില ഭീഷണികളൊക്കെ വരുന്നത് എന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷെ ആ ഭീഷണിക്കൊന്നും തന്നെ വില കൽപ്പിക്കുന്നില്ല. കാരണം 10-20 കൊല്ലം വലിയ എതിർപ്പുകളെ അടിയന്തരാവസ്ഥയുടെ ഘട്ടത്തിലും അതുപോലെ തന്നെ RS പോലുള്ള ആക്രമണത്തിൻ്റെ ഘട്ടത്തിലും അതുപോലെ പല രാഷ്ട്രീയ സംഘർഷങ്ങൾ ഈ കണ്ണൂരിൽ ഉണ്ടായപ്പോൾ ആ സന്ദർഭത്തിലൊക്കെ പാർട്ടിയുടെ നേതൃത്വമായി പ്രവർത്തിച്ച ആളാണ് ഞാൻ. എനിക്കെതിരായിട്ടും ആ ഘട്ടത്തിലും പലതരത്തിലുള്ള ഭീഷണികൾ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിലൊന്നും അപ്പോഴും ഭയപ്പെട്ടു പോയിട്ടില്ല. ഇപ്പോഴും ഈ ഓലപ്പാമ്പിനെ കാണിച്ച് പേടിപ്പിക്കുന്നു എന്നതിനൊന്നും വഴിപ്പെട്ടു പോകാൻ ഞാൻ തയ്യാറില്ല. യഥാർത്ഥത്തിൽ ആ ഭീഷണി എനിക്കെതിരായിട്ട് മാത്രമല്ല, ആഭ്യന്തരമന്ത്രിക്കെതിരെ അശ്ലീല പ്രയോഗങ്ങൾ അതിലുണ്ടായി എന്നാണ് പറയുന്നത്. അത് എല്ലാം എടുത്ത് അതിൻ്റെ രേഖ മയ്യിൽ പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത് പരാതിയും കൊടുത്തിട്ടുണ്ട്. ഇതിൽ പ്രധാനമായിട്ടും CPMന്റെ അസഹിഷ്ണുതയാണ് ഈ കാണിക്കുന്നത്. ഈ അസഹിഷ്ണുത CPMന് ഗുണം ചെയ്യില്ല. അഭിപ്രായങ്ങൾ ഉയർന്നു വരുമ്പോൾ അതിനോട് അസഹിഷ്ണുതയല്ല കാണിക്കേണ്ടത്, അതിൽ വസ്തുതകൾ പരിശോധിച്ച് തിരുത്താനാണ് പാർട്ടി തയ്യാറാവേണ്ടത്. ഞങ്ങൾക്ക് മേലെ ആക്രമണമോ അല്ലെങ്കിൽ ഭീഷണിയോ ഉയർത്തിക്കൊണ്ട് പാർട്ടിയെ നിങ്ങൾക്ക് ഇനി മുന്നോട്ട് നയിക്കാൻ കഴിയില്ല, രക്ഷിക്കാൻ കഴിയില്ല എന്നുള്ളത് പാർട്ടി നേതൃത്വം മനസ്സിലാക്കണം. അക്രമ രാഷ്ട്രീയത്തിന് എതിരായിട്ടാണ് ജനങ്ങൾ ചിന്തിക്കുന്നത്. മുമ്പൊക്കെ നടന്ന അക്രമ രാഷ്ട്രീയത്തിൽ, അത് ഏത് പാർട്ടി നടത്തിയാലും അക്രമ രാഷ്ട്രീയത്തെ അംഗീകരിക്കാത്തൊരു ജനതയാണ് ഈ കേരളത്തിലുള്ളത്. നിങ്ങൾക്കറിയാലോ, പശ്ചിമ ബംഗാൾ ഇന്ന നിലയിലേക്ക് CPMന്റെ തകർച്ചക്കിടയാക്കിയത് അധികാരമുണ്ടായപ്പോൾ ഇത്തരത്തിലുള്ള അസഹിഷ്ണുതയും ആക്രമണമായിരുന്നു. ആ ആക്രമികളൊക്കെ പിന്നീട് തൃണമൂലായി മാറി, പിന്നീട് BJP ആയി മാറി. അതിൻ്റെ ഫലമാണത്. അത് ഈ കേരളത്തിൽ ആവർത്തിക്കാതിരിക്കാൻ, ഇത്തരം സംഭവങ്ങളിൽ നിന്ന് പിന്തിരിയാൻ CPM നേതൃത്വം തങ്ങളുടെ അണികളോട് നിർദ്ദേശിക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. സംബന്ധിച്ചുള്ള പരാതി പോലീസിന് ഞാൻ നൽകിയിട്ടുണ്ട്. എൻ്റെ പ്രശ്നം ഞാൻ ആവശ്യപ്പെട്ടിട്ടല്ല എനിക്ക് സുരക്ഷ ഗവൺമെൻറ് നൽകിയിട്ടില്ല. എനിക്കിപ്പോൾ ഒരു ഗവൺമെൻറ്റും അതുപോലെ തന്നെ ഒരു എസ്കോർട്ടും ഉണ്ട്. ഇപ്പോൾ അത് ഞാൻ ആവശ്യപ്പെട്ടിട്ടൊന്നുമല്ല. എനിക്ക് മാത്രമല്ലോ, പല നേതാക്കന്മാർക്കും ഉണ്ടല്ലോ. എത്ര കാലമായി P. ജയരാജൻ എസ്കോർട്ടും ഗവൺമെൻറ്റും കൊണ്ട് നടക്കുന്നു, എത്ര നേതാക്കന്മാർക്ക് ഇതുണ്ട്. അപ്പോൾ അത് ഗവൺമെൻറ് തീരുമാനിച്ചു തരുന്നതാണ്.
എനിക്കത് ആവശ്യമില്ല എന്ന് വ്യക്തമാക്കിയിട്ടും അത് പിൻവലിക്കാൻ ഗവൺമെന്റ് തയ്യാറായിട്ടില്ല. അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ പോലീസിൽ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ട് ഒരുപക്ഷെ എനിക്ക് നേരെ എന്തെങ്കിലും രീതിയിലുള്ള ആക്രമണം ഉണ്ടായേക്കാൻ ഇടയുണ്ട് എന്നതായിരിക്കണം അവർക്ക് ലഭിക്കുന്ന റിപ്പോർട്ട്. അതുകൊണ്ടായിരിക്കാം അവർ അത്തരത്തിലുള്ള ഒരു സംരക്ഷണം തരുന്നത്. ആ സംരക്ഷണമൊക്കെ വർദ്ധിപ്പിച്ച് എനിക്ക് പോലീസ് വലയം വേണം എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. എൻ്റെ ജനങ്ങൾ, ഞാൻ പിന്നെ ഒരുപാട് കാലത്ത് പ്രവർത്തിച്ച ജനങ്ങളാണ് ഈ നാട്ടിലുള്ളത്. എല്ലാവരും എൻ്റെ സുഹൃത്തുക്കളാണ്, എൻ്റെ പഴയ പാർട്ടി സഹാക്കളാണ്. അവർ ഇത്ര വലിയൊരു ആക്രമണം ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ ചില കുബുദ്ധികളുണ്ട്, അവരെ പാർട്ടി നേതൃത്വം ഉപയോഗിക്കുന്നുണ്ട്. ചില വികൃതികളുണ്ട് പാർട്ടിയിൽ. ആ വികൃതികൾ പാർട്ടിയിൽ ഇത്തരത്തിലുള്ള അക്രമങ്ങൾ നടത്തുകയും അതിന് പരോക്ഷമായും പ്രത്യക്ഷമായും പിന്തുണ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് നേതൃത്വം. ആ ധൈര്യത്തിൽ നിന്നാണ് ഇത്തരം ഭീഷണികൾ ഉയരാൻ അവരെ പ്രേരിപ്പിക്കുന്നത്. പാർട്ടി നേതൃത്വം അതിൽ നിന്ന് പിന്തിരിപ്പിക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്.